ഹായ് ഹലോ വെൽക്കം ടു നിഷ പിഡീസ് വേൾഡ്. കഴിഞ്ഞ സൺഡേ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ എപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഫിഷ് കറി ആൻഡ് ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ അർച്ചും ഇപ്പോൾ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും കൂടിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കൂടാറുള്ളൂ. കൂടിക്കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ എല്ലാ കുസൃതികളും രണ്ടാമതും തിരിച്ചു വരും. അങ്ങനെ എടുത്തിട്ടുള്ളതാണ് നമ്മുടെ 2-3 ഷോർട്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഷോർട്സിൻ്റെ ഒരു എൻഡ് നിങ്ങൾക്ക് കാണണ്ടേ? ഇങ്ങനെ ആയാൽ പോരാ, വന്നിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പൊ രാവിലെ തന്നെ ചീത്ത അറിയണ്ട. ഗുഡ് മോർണിംഗ് അല്ലേ പറയുന്നത്. മോള് വന്നാല് ചീത്ത അറിയാം. അന്നത്തെ ദിവസം നന്നാണ് രാവിലെ ഗുഡ് മോർണിംഗ് പറയണം, അല്ലാതെ ചീത്ത അല്ല പറയണം. അന്നത്തെ ദിവസം നന്നാണെങ്കിൽ മോള് വന്ന് ഹെൽപ്പ് ചെയ്യണം. ചെയ്യോ ചെയ്യാം, ആലോചിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് വരെ കുറേ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടോ ഞങ്ങൾ കിടന്നത്. ഞങ്ങൾ കിടക്കാൻ വിട്ടത് അവർ. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് എനിക്ക് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയി. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് നിൽക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ നിന്നാൽ നമുക്ക് ഇഷ്ടം പോലെ വ്ളോഗ്സും വീഡിയോസൊക്കെ ഇടാൻ മാത്രം ഉണ്ടാവും കേട്ടോ. തൽക്കാലം നമ്മൾ പോകുന്ന വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, ആദർശിൻ്റെ വൈഫ് ഹൗസിൽ. അപ്പം ബേബീൻ്റെ ഫേസ് ഇതുവരെ റിവീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. അവർ റിവീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോസിൽ ഫേസ് കാണാം കേട്ടോ. ബേബീൻ്റെ പേര് നീയു എന്നാണ് കേട്ടോ. നീവിൻ്റെ ചേച്ചീൻ്റെ പേര് എന്താണെന്ന് അറിയണ്ടേ? നിയങ്ക ആദർശ്. ചേച്ചി ഞങ്ങൾക്ക് എല്ലാ ബേബീൻ്റെ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. അവൾ ഭയങ്കര ഹാപ്പിയാണ് ചേച്ചിമാരെ കണ്ടതിൽ. അങ്ങനെ ബേബീൻ്റെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഫോട്ടോ സെഷൻ ആയിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ ബേബീൻ്റെ കൂടെയുള്ള കളികളായി. ആന്റിന്റെ കുട്ടി എവിടെ? അപ്പൊ നിങ്ങക്ക് നീ ബേബിന്റെ അമ്മനെ കാണണ്ടേ? ഇതാണ് വീണ. ഇതിനെ ഞാൻ പിഗ്ഗി എന്ന് പറഞ്ഞ ഈ വീഡിയോയില് കാണിച്ചപ്പോ എന്തായാലും വിളിക്കാം ക്യൂട്ടി പൈ. ഇതാണ് ഞങ്ങളെ ക്യൂട്ടി പൈ അല്ലേ? ക്യൂട്ടി പൈ. നമ്മക്കന്നെ നല്ല മാറ്റമുണ്ട്. ഇതാരാന്ന് മനസ്സിലായോ? വീണയാണ് ഈ ഫോട്ടോയിലുള്ള. വീണേൻ്റെ അമ്മയും പിന്നെ ചേട്ടൻ വിമലും കൂടെ ഉണ്ട്. ഇതാണ് ആദർശും വീണയും കൂടെയുള്ള ഫോട്ടോ. ഇത് നമ്മുടെ നീയക്കുട്ടി കുഞ്ഞാവുമ്പോഴുള്ള ഫോട്ടോ ആണ്. പിന്നെ ഇത് വീണയുടെ ബ്രദർ വിമലും വൈഫ് കവിതയും. പിന്നെ കവിതേൻ്റെ ബിഗ് ബോയ് ആണ് സിദ്ധു. ഇപ്പോൾ അവർക്കൊരു ചെറിയ ബേബി ഗേളും കൂടി ഉണ്ടായിട്ടുണ്ട്. വീണേൻ്റെ കുറേ ഫാമിലി ഫോട്ടോസ് ഒരു ഫ്രെയിമിലാക്കിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടത്. ഇതാരാന്ന് മനസ്സിലായോ? ഇത് വീണ ബേബി ആവുമ്പോഴുള്ള ഒരു ഫോട്ടോ ആണ്. പിന്നെ വീണേൻ്റെ അച്ഛൻ സിദ്ധുവിൻ്റെയും നീക്കുട്ടീനെയും ഒക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഈ കാണുന്നതൊക്കെ. വിമലിൻ്റെയും സിദ്ധുവിൻ്റെയും ചെറുപ്പത്തിലുള്ള ഫോട്ടോ മൈ ഡാഡ് എന്നാണ് ചെറിയൊരു ഫ്രെയിമിലാക്കി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിന്നപ്പോഴേക്കും വീണേൻ്റെ അമ്മ ഞങ്ങളെ വീട്ടിൽ കേട്ടോ. ഹോംലി ഫുഡാണ്, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുത്തി. എന്നും ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഹോംലി ഫുഡ് കഴിക്കുമ്പം വേറെ ഒരാളുടെ കൈയോടുകൂടിയുള്ള ഫുഡ് കഴിക്കുമ്പോഴുള്ള സുഖം ഒന്ന് വേറെയാണല്ലേ. അപ്പോൾ നല്ലൊരു അടിപൊളി സ്വാദുള്ള ഒരു ഹോംലി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ കുട്ടി ചെറുതാവുന്ന സമയത്ത് എന്നെ എന്ന് പറയുന്നതിന് അന്ന എന്നാ പറയുക. അങ്ങനെ അവൾക്കൊരു വിളിപ്പേര് കിട്ടി, അന്ന. അപ്പോൾ അന്നയും കൂടി ഞങ്ങളവിടെ വന്നിട്ടുണ്ട്. പ്രതിവേട്ടനും ഫ്രണ്ട്സും കുറച്ച് ദിവസം മുമ്പ് ഹൈലൈറ്റ് മോളിൽ വന്ന സമയത്ത് പോക്കറ്റിലുള്ള സ്കൂട്ടറിൻ്റെ കീ കളഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ കുറേ നടന്ന് നോക്കിയിട്ടോ. വാങ്ങിയിട്ടില്ലെങ്കിലും കാണാൻ ഒരു രസം തന്നെയാണല്ലോ ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തുന്ന സമയത്ത്. ഇനി പിന്നീട് വേണമെങ്കിലും നമുക്ക് നോക്കി വെക്കാമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കളിച്ച് ക്ഷീണിച്ചപ്പോൾ എന്തായാലും ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ വിട്ടു ഫുഡ് കോർട്ടിലേക്ക്. ആദ്യമൊക്കെ പ്രതിവേട്ടൻ്റെ കൂടെ വരുന്ന സമയത്ത് പ്രതിവേട്ടൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും അത് തന്നെ കഴിക്കും. ഇപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരുടെയും വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രതിവേട്ടനും ഞാനും ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. പ്രതിവേട്ടന് ഈ ഒരു ഫാസ്റ്റ് ഫുഡും പുതിയതായിട്ട് ഇറങ്ങിയ അതിനോടൊന്നും വലിയൊരു ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ കുട്ടികളെ പോലെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സാധനത്തിനോട് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പോയി ചുറോയ് കൊണ്ടുവന്നിട്ടുണ്ട്.
അങ്ങനെ ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ചുറോയി കഴിക്കുകയാണ് കേട്ടോ. എൻ്റെ ചുറോയിൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് അമ്മ ഡ്രസ്സിലൊക്കെ ആക്കുമെന്ന് പറഞ്ഞ് കിച്ചു ബാക്കിൽ കമൻ്റ് ഒക്കെ പറയുന്നുണ്ട്. വ്ളോഗർ ആയതിനു ശേഷം നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഭംഗി പലപ്പോഴും ഞാൻ കാണുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് അത്രത്തോളം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ ഒരു രീതിയിലാണ് ഇപ്പം ആസ്വദിക്കുന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഒക്കെ എനിക്ക് ഐ ലവ് ടു ഡു ഓൾ ദീസ് തിങ്സ്. കാത്ത് നീ എൻ്റെ ബേബി നിൽക്കണോണ്ട് ഞങ്ങൾ ഇത് തന്നെ കൊണ്ടാക്കി കൊടുക്കാൻ പോകും അല്ല നീക്കുട്ടി. തിരിച്ചു പോകാൻ അത്ര മൂടൊന്നും നീക്കുട്ടിക്ക് ഇല്ല കേട്ടോ. പക്ഷെ മൺഡേ എക്സാം ഉള്ളതുകൊണ്ട് തിരിച്ചു പോയല്ലേ പറ്റുള്ളൂ. ഈ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നത് നീക്കുട്ടീൻ്റെ മുത്തശ്ശിയാണ് കേട്ടോ. എല്ലാവരും കൂടി യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. തിരിച്ചെത്തിയപ്പോഴേക്കും കിച്ചുകുട്ടിക്ക് പോകാൻ ടൈമായി. പാക്കിംഗ് ഒക്കെ ചെയ്തു, അങ്ങനെ ഇറങ്ങി. വരുന്ന സമയത്തുള്ള ആ സന്തോഷമൊന്നും നമുക്ക് മക്കൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ. പുറത്തെത്തിയപ്പോഴേക്കും വെല്ലിച്ചനും എത്തിയിട്ടുണ്ട് യാത്ര പറയാനായിട്ട്.